ഹലോ ജോ, നീ എന്താ എൻ്റെ മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യാത്ത? ഞാൻ കണ്ടില്ല ജെനി. ജോ, എനിക്ക് പച്ചമാങ്ങ വേണം. പച്ചമാങ്ങ? എന്തേ പച്ചമാങ്ങ നീ കേട്ടിട്ടില്ലേ? ഇത്രയും ലേറ്റ് ആയോണ്ട് ചോദിച്ചേ. ഈ നേരത്തിന് എന്താ കുഴപ്പം? ജോ, എനിക്ക് ഇപ്പൊ പച്ചമാങ്ങ കിട്ടണം. അത് കിട്ടുന്നത് വരെ ഞാൻ ഉറങ്ങാതെ ടെറസിലിരിക്കും, കേട്ടോ? എന്താടാ? എടാ, പച്ചമാങ്ങ കിട്ടാൻ വല്ല വഴിയുണ്ടോ? പച്ചമാങ്ങയാ? നിനക്ക് വല്ലാത്ത സൂക്കേട് തന്നെ കേട്ടാ. എടാ, നീ വല്ല ടെലിഗ്രാമിൽ നോക്ക്. അല്ല, ഈ പച്ചമാങ്ങ എന്ന് പറഞ്ഞ സിനിമയുണ്ടോ? എടാ പോടാ, പച്ചമാങ്ങ സിനിമയല്ല, കഴിക്കുന്ന പച്ചമാങ്ങ. എന്താ കഴിക്കുന്ന പച്ചമാങ്ങ? ഞാൻ വല്ലതും വിളിച്ചു പറയും കേട്ടാ. നട്ടപ്പാതിരിക്ക് തിന്നാനാണോടാ പച്ചമാങ്ങ? നീ വെച്ചേ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. ആർക്കാ ചേട്ടാ ഈ സമയത്ത് പച്ചമാങ്ങ? കൂട്ടുകാരന്. കൂട്ടുകാരനോ അതോ കൂട്ടുകാരിക്കോ? എന്ത്? അടിപൊളി. നിന്നോടെ മറുപടി പറഞ്ഞ ശരിയാവില്ല. അളിയാ, കിട്ടിയോ പച്ചമാങ്ങ? ഇല്ലടാ, നിന്റെ 16 അടഞ്ചരത്തിനുള്ള പച്ചമാങ്ങ കിട്ടിയില്ല. നീയേ വല്ല പ്ലാവുമൊന്നും പോയി പറക്കി കേട്ടാ. ഇനി മേലെ കല്യാണം കഴിഞ്ഞ ആരെങ്കിലും വിളിച്ച് പച്ചമാങ്ങ ചോദിച്ചാ വെച്ചിട്ട് പോടാ. നല്ല ഒന്നാം തരം കണ്ണിമാങ്ങ അച്ചാറിടാനുള്ളതാ. അതന്നെ. ഈ പച്ചമാങ്ങ ഈ അർദ്ധരാത്രി നിനക്ക് എന്തിനാടാ? അങ്ങളെ, അത്യാവശ്യമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ ചെയ്യണം. അങ്കിളിന് ബുദ്ധിമുട്ടായോ? ഏയ്, പച്ചമാങ്ങയിലെ പ്രോജക്റ്റോ? ഓ, നിനക്ക് അസാമാന്യ ബുദ്ധിയാണല്ലോടാ. നിന്റെ പപ്പായ ഞെട്ടിക്കണം കേട്ടോ. ഞെട്ടും. അപ്പൊ മാത്രമല്ല, അങ്കിളും ഞെട്ടും. പ്രോജക്റ്റ് ഇറങ്ങുമ്പം എല്ലാരും ഞെട്ടും. നിനക്ക് ഇനി വേണം പച്ചമാങ്ങ? വേണ്ടെങ്കിലേ മതി. കൊറേ കിടക്കുന്നുണ്ടാ. മതി മതി. ഡീ, ഇവൻ നമ്മുടെ കുടുംബത്തിന്റെ യശസ് ഉയർത്തും കേട്ടോ. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, ഞാനില്ല. അതിൽ വേറൊരു സാധനം ഉണ്ട്, നോക്കാവോ? അതെ, ഇതെങ്ങനെ പുറത്ത് പപ്പായ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഈ ഫ്രിഡ്ജിൽ ആരാ പച്ചമാങ്ങ വാങ്ങിച്ചു വെച്ചത്? പച്ചമാങ്ങയോ? ആ, ജോച്ചൻ വാങ്ങിച്ചല്ലേ? ഞാൻ വാങ്ങിച്ചില്ല. ഇവിടെ എന്താ നടക്കുന്നേ? മമ്മി, പച്ചമാങ്ങ ഞാനാ വാങ്ങിച്ചത്. ആ, പ്രശ്നം തീർന്നല്ലോ. നിനക്കിതെപ്പോ കിട്ടി? സമയമൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. ജെന്നി, ജെന്നി. ഓ, എന്നാ ടേസ്റ്റ് അതിന്. ആ, ബെസ്റ്റ്. പച്ചമാങ്ങ കണ്ടപ്പോ ഒരു നൊസ്റ്റാൾജിയ. നന്നായി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൊസ്റ്റാൾജിയ മതിയല്ലോ. അല്ല, ബ്രേക്ക്ഫാസ്റ്റും പച്ചമാങ്ങയും കൂടെ മിക്സ് ആക്കല്ലേ? ഏതായാലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സുജാതെ, അടങ്ങിയിരി. ഹൈ, വിനീത ചേട്ടാ. ആ, ദാ വരുന്നു. ഹായ് ആന്റി. ഇപ്പൊ വരാം. കൊറേ നാളായല്ലോ കണ്ടിട്ട്. ബിസി ആയി പോയി. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? എന്താ പോനെ ഈ വഴിക്കൊക്കെ?
ചുമ്മാ പോസ്റ്റ് അടിച്ചിരിക്കുമല്ലേ? അയ്യോ ജ്യൂസ് വേണ്ട. എന്നാ കുടിച്ചോ. ഉറപ്പല്ലേ? ആ സൺഡേ ആയിട്ട് എന്തോ പരിപാടി? ജ്യൂസ് അടിച്ചു തരാം, കുടിപ്പിച്ചു പോയില്ല, അതൊക്കെ തന്നെ. നീ കുടിക്ക്. കുറച്ചു മുമ്പല്ലേ ഞാനൊരു മുന്തിരി ജ്യൂസ് കുടിച്ചേ. ഫ്രൂട്ട്സ് അല്ലേ, ശരീരത്തിന് നല്ലതാ, പിന്നെ നമ്മുടെ കൊച്ചിനും നല്ലതാ. നിനക്ക് ജ്യൂസ് വേണ്ടല്ലോ? വേണ്ട. ഗർഭിണിയാവുമ്പോഴേ ശരിക്കും എത്രാമത്തെ മാസം ആവുമ്പോഴാ വയറ് വീർത്തു വരുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചല്ല ജോയല്ലേ. എന്താണ് നെക്സ്റ്റ് പ്രോജക്റ്റ്? ഗർഭാണോ? ചുമ്മാ ഇതൊക്കെ ലോകവിവരങ്ങളില്ലേ, അറിഞ്ഞിരിക്കാന്ന് വിചാരിച്ചു. ലോകവിവരം അറിഞ്ഞിരിക്കുന്നല്ലതാ. അതെ. പച്ചമാങ്ങ തിന്നാൻ തോന്നുന്നു. ഇവള് പച്ചമാങ്ങലൊന്നും ഒതുങ്ങിയില്ല. ഞാവൽപ്പഴം ഞാൻ അന്വേഷിക്കാത്ത സ്ഥലല്ലേ മോനെ. നീ 2 ദിവസമായാലും ഈ പച്ചമാങ്ങയുടെ പിന്നാലെ. സത്യം പറയടാ, ആർക്ക് കൊടുക്കാനാ? വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ടാ. ആണ് സത്യം. രാത്രി 12 മണിക്ക് വീട്ടിലെ ആവശ്യം. എന്നെ പൊന്നു ചേട്ടാ, ഒരു മാങ്ങയുടെ കേസല്ല, അത് വിട്ടുകളാ. ഞാൻ വിട്ട്. ഞാൻ പോവാ. ഞാൻ ചുമ്മാ പറഞ്ഞാടാ. നീരി ഊണ് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. വേണ്ട. ആ കഴിച്ചിട്ട് പോടാ. എന്താണ് ചാട? വേണം. ജനി, നിന്റെ ഫോണില് സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഇല്ലേ? മസാല ദോശ അതിന്ന് ഓർഡർ ചെയ്താൽ പോരായിരുന്നോ? ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നല്ല എൻ്റെ വയറിൽ കിടക്കുന്നതിന് ഉത്തരവാദി. അത് നീയല്ലേ, അപ്പൊ നീ എന്നെ ഉണർന്നാ മതി. എൻ്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്. നമുക്ക് നമ്മുടെ കാര്യം ഒന്ന് സംസാരിച്ചാലോ? പുള്ളിക്കാരിയുടെ ഒപ്പീനിയൻ കേൾക്കാം. ആ പോവാം. നീ അപ്പം എൻ്റെ കൂടെ വരുമോ? ഞാൻ വരാലോ, അതിനെന്താ കുഴപ്പം? പിന്നെ ഡോക്ടറിന്റെ ഒപ്പീനിയൻ കേൾക്കുന്നത് നല്ലതാ. പക്ഷെ അബോഷന്റെ കാര്യം പറഞ്ഞ വല്ലതും വന്ന ജോലി ഞാൻ നിന്റെ തലയടിച്ചു വിളിക്കും. ജോ, നമ്മൾ എത്ര വട്ടം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, പക്ഷെ അപ്പൊ ഇല്ലാത്തൊരു ഫീല് ഇപ്പൊ ഉണ്ട്. അതെന്തോ? അപ്പൊ നമ്മള് 2 പേരല്ലേ, ഇപ്പൊ നമ്മള് 3 പേരില്ലേ? അതാരെ? എടാ പൊട്ടോ, ഇവിടെ ജോ, നിന്റെ തല തല്ലി പൊളിക്കുന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞത്. ജോക്കിപ്പോ എന്താ വേണ്ട? ഇത് ഒഴിവാക്കണം. ജോയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. ഞാൻ നാളെ അങ്ങ് വന്നേക്കാം. നീ ഇല്ലേ, നീ എൻ്റെ ചക്കരെ.